രാവിലെ തന്നെ നല്ലൊരു അബദ്ധം പറ്റിയിട്ടാണ് ഞാനീ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ റെഡി ആവുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ആര്യൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ആര്യനെ പറഞ്ഞയച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആവണേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് വെനസ്ഡേ അല്ല ട്യൂസ്ഡേ ആണെന്ന്. ആര്യനാണെങ്കിൽ ഇന്ന് സ്പെഷ്യൽ യൂണിഫോം ഇട്ടിട്ടാണ് പോയുള്ളത്. വെനസ്ഡേ സ്പെഷ്യൽ യൂണിഫോമാണ് അവർക്ക്. അപ്പോൾ ഞാൻ വേഗം അവൻ്റെ ഇന്നത്തെ യൂണിഫോം എടുത്തിട്ട് സ്കൂളിലേക്ക് പോയി കൊണ്ടുകൊടുത്തു കേട്ടോ. പിന്നെ അടുത്ത് തന്നെയാണ് സ്കൂൾ. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇല്ല, തികച്ച് 10 മിനിറ്റ് ഉണ്ടാവില്ല, അത്രയും അടുത്താണ്. അപ്പോൾ കൊണ്ടുകൊടുത്ത് വരാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കൊണ്ടുകൊടുത്തിട്ട് വന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ കാച്ചുന്ന പരിപാടിയിലാണ് കേട്ടോ. സിയമോൾക്ക് തലയിൽ പച്ച വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കാറ്. അപ്പോൾ എന്നോട് 2-3 ആൾക്കാരായി പറയണു എണ്ണ കാച്ചിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ശരി എണ്ണ കാച്ചാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വീട്ടിലാവുമ്പോൾ ഇങ്ങനെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ എണ്ണ കാച്ചണത്. അപ്പോൾ എനിക്ക് സംശയം വരുമ്പോഴൊക്കെ അമ്മേനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതെങ്ങനെയത് മൂപ്പായോ എന്നൊക്കെ അറിയണ്ടേ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഇത് കരിഞ്ഞു പോയോ എന്നൊക്കെ ഒരു ഡൗട്ട്. എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് മണത്തോക്കണമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോട് കുറച്ച് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആകാംക്ഷ കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മണത്തോക്കണു, അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇവിടുത്തെ കലാകാരി കുത്തി വരച്ചിട്ടുള്ളതാണ്.